എന്തോ ഒരു പരിപാടി അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് നമ്മൾ ഉറപ്പിച്ച് പറയാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫോൺ റെക്കോർഡ് നമ്മൾ കേട്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് 50 ലക്ഷം രൂപ കിട്ടിയാൽ ലൈഫ് സെറ്റാവും, പിന്നെ രാഷ്ട്രീയം തന്നെയും ഉപേക്ഷിക്കാം, അതുകൊണ്ട് നാളെ കണ്ടോ, നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഈ 50 ലക്ഷം മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റിക്കുത്താൻ പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ കേട്ടു. അതിനുശേഷം അദ്ദേഹം പോയി മാറ്റിക്കുത്തി, ഭരണസമിതി വന്നു, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം CPM-കാരായി. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചു. ഇനിയിപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. രാജിവെച്ചു രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തിരക്കഥയിൽ പെട്ടെന്ന് വായിക്കാൻ കഴിയുന്ന ഒന്ന്, അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 50 ലക്ഷവും വാങ്ങിച്ച് രാഷ്ട്രീയം ഉപേക്ഷിച്ച് രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. ഇനി ബൈ ഇലക്ഷൻ നടത്തി ആരാണ് ജയിച്ചോട്ടെ? ആർക്ക് കിട്ടി? ഭരണസമിതി ലെഫ്റ്റിന് കിട്ടി. ലെഫ്റ്റ് എന്ന് വെച്ചാൽ അവിടെ പ്രസിഡൻ്റായാൽ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ അവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ വലിയ നേതാവൊക്കെ ആയിട്ടുള്ള ആളാണ് നഫീസ. AC മൊയ്തീൻ്റെ സ്ഥലമാണ് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒന്നും തോറ്റു കൊടുക്കാൻ CPM-ന് പറ്റില്ല. അവിടെ പഞ്ചായത്ത് ഭരണം, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇല്ല എന്ന് പറയുന്നത് അവർക്കൊരു അപമാനകരമാണ്. സോ അത് നിലനിർത്താൻ അവർ ചിലപ്പോൾ 15 വർഷമായി നിലനിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണ്. ചിലപ്പോൾ അവർ ഒരു കളി കളിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ 50 ലക്ഷം കൊടുത്തോ 10 ലക്ഷം കൊടുത്തോ വേറെ തരത്തിലുള്ള പ്രലോഭനമാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടാണോ, ത്രെട്ടണിങ് ആണോ എനിക്കറിയില്ല. ബട്ട് സംതിങ്, എന്തോ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത ഒരു ലീഗ് സ്വതന്ത്രൻ അപ്പുറത്ത് പോയിട്ട് CPM-ന് വോട്ട് ചെയ്തിട്ട് രാജിവെച്ച് രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ ആ നിലയ്ക്ക് പ്രചോദിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു പണി അതിനകത്ത് നടന്നിട്ടുണ്ട്. അതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ചത് ലെഫ്റ്റാണെന്ന് തന്നെ സ്വാഭാവികമായും വിചാരിക്കണം. കാരണം അതിൻ്റെ ബെനിഫിഷ്യറി നേരത്തെ സാറ് പറഞ്ഞ പോലെ അവരാണ് ബെനിഫിഷ്യറി ആണല്ലോ. അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടിയെന്ന് നോക്കി അങ്ങനെ കാണണം.